1975 ജൂൺ 22-ന് ഭാരതത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമുണ്ടായി. അന്നാണ് അലഹബാദ് ഹൈക്കോടതി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ടുള്ള വിധിയുണ്ടായത്. വിധിയുടെ സാരം വ്യക്തമാണ്. അഴിമതി നടത്തിയതിന് അവർ ലോക്സഭാംഗമായിരിക്കാൻ അയോഗ്യയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിധി. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി സ്ഥാനവും രാജിവെക്കണം. ഇതിന് സ്റ്റേ ചെയ്യാനായിട്ട് അവർ പെറ്റീഷൻ കൊടുത്തു. അതിന് ഒരു സ്റ്റേ കൊടുത്തു. പക്ഷേ സ്റ്റേ കൊടുത്ത് അപ്പീൽ കൊടുക്കാനാണ്. പക്ഷേ അപ്പീൽ കൊടുക്കുന്നതിന് പകരം അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് അവിഹിതമായ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിക്കാൻ ശ്രമിച്ചു. ആ ഘട്ടത്തിലാണ് ലോക്നായക് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന CPI തുടങ്ങിയ ചില ചെറിയ പാർട്ടികൾ ഒഴികെ ബാക്കി പ്രമുഖ രാഷ്ട്രീയ ജനാധിപത്യ പാർട്ടികളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര വിപ്ലവം രാജ്യത്ത് ആവശ്യമായിരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണം നടക്കുകയുണ്ടായി. രാംലീല മൈതാനത്ത് നടന്ന ഗംഭീരമായ യോഗത്തിൽ ഇന്ദിരാഗാന്ധി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു. 25-ാം തീയതിയായിരുന്നു ആ യോഗം. അത് കഴിഞ്ഞ് അന്ന് രാത്രി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ രാജ്യത്തെ പ്രമുഖ ദേശീയ രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത്. എന്താണ് അറസ്റ്റിൻ്റെ കാരണമെന്ന് ആർക്കും പിടികിട്ടിയില്ല. ലോകനായക് ജയപ്രകാശ് നാരായണൻ, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, രാമകൃഷ്ണ ഹെഗ്ഡെ തുടങ്ങിയ മൊറാർജി ദേശായി തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം ജയിലിലാക്കി. ഈ സംഭവം കഴിഞ്ഞ് രാവിലെ നേരം വെളുക്കുമ്പോൾ പല സ്ഥലത്തും പത്രങ്ങളില്ല. കാരണം അതിനു മുമ്പ് പത്രങ്ങൾക്കുള്ള ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും എല്ലാം ഛേദിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ഭീകര ഭരണം ഡൽഹി മാത്രമല്ല മറ്റ് പ്രധാന നഗരങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. രാവിലെ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്ന റേഡിയോയിലൂടെയുള്ള അറിയിപ്പ് വന്നു, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അടിയന്തരാവസ്ഥ 1962-ൽ ചൈനീസ് ആക്രമണത്തെ തുടർന്ന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ നിലവിലിരിക്കുകയാണ്. അതിന് പുറമെയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നുള്ള പേരിൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ അടിയന്തരാവസ്ഥയിൽ പൗരന്മാരുടെ അവകാശങ്ങൾ മുഴുവൻ, പൗരാവകാശങ്ങൾ എന്ന് പറയുന്ന വളരെ പവിത്രമായിട്ടുള്ളതാണ്, ഈ അവകാശങ്ങൾ മുഴുവൻ സസ്പെൻഡ് ചെയ്തു. പത്രങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം അവസാനിപ്പിച്ചു. സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. പത്രത്തിൽ എന്ത് വാർത്ത തരണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് നിശ്ചയിക്കും. അങ്ങനെ തനി ഫാസിസ്റ്റ് രീതിയിലുള്ള ഒരു ഭരണമാണ് അതിനെ തുടർന്ന് അഴിച്ചുവിട്ടത്. തുടർന്ന് നിരവധി നേതാക്കളെ തുടർന്നുള്ള ദിവസങ്ങളിലും അറസ്റ്റ് ചെയ്തു. ജൂലൈ 2-ാം തീയതിയോടുകൂടി രാജ്യത്ത് പ്രധാനപ്പെട്ട 26 സംഘടനകളെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന രാഷ്ട്രീയ സ്വയംസേവക സംഘം, അങ്ങനെ സംഘടനകളെ നിരോധിച്ചു. അവയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അതിലെയും നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. സത്സംഗജാലക്കടക്കമുള്ള ആളുകൾ ജയിലിലായി. ഈ തരത്തിൽ അറസ്റ്റും മർദ്ദനങ്ങളും 26-5-ാം തീയതി അർദ്ധരാത്രി മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അത് അനുദിനം വർദ്ധിച്ചു വരികയല്ലാതെ അതിന് പിന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് ഗവൺമെൻറ് പറഞ്ഞത് ഈ രാജ്യത്ത് വലിയ കലാപങ്ങൾ അഴിച്ചുവിടാൻ ചിലർ ശ്രമിക്കുന്നു, അതിനെ നിയന്ത്രിക്കാൻ, രാജ്യത്ത് ഭദ്രത കൈവരുത്താൻ, രാജ്യത്ത് സമാധാനം കൈവരുത്താൻ ഇത് കൂടിയേ തീരൂ എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും രാജ്യത്തുണ്ടായിരുന്നില്ല. രാജ്യത്ത് താരതമ്യേന ഭേദപ്പെട്ട ഒരു കാലാവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യം മുഴുവൻ അപകടത്തിലാക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നു, അവിടെ പട്ടാളത്തെയും പോലീസിനെയൊക്കെ നിയമം ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ്. അതിന് വളരെ വ്യക്തമായും അവർ എടുത്തു പറഞ്ഞ കാരണം ലോകനായക് ജയപ്രകാശ് നാരായണൻ അങ്ങനെ ചെയ്തു എന്നാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. നിയമവിരുദ്ധമായ ഉത്തരവുകൾ അനുസരിക്കാനുള്ള ബാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, നിയമം ലംഘിക്കണമെന്നല്ല, നിയമവിരുദ്ധമായ ഉത്തരവുകൾ നടപ്പാക്കണമെന്നുമല്ല. അതുകൊണ്ട് ഈ രീതിയിൽ കളവായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നിരോധിക്കാൻ തന്നെ പറഞ്ഞ കാരണങ്ങൾ അവർ രാജ്യത്ത് വലിയ കലാപങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു യാതൊരു സംഭവവും ഉണ്ടായിരുന്നില്ല. ഇവർ കെട്ടിച്ചമച്ച കഥകൾ സംഘത്തിനെതിരായി പ്രചരിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, പാർലമെൻറ്റിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെയെല്ലാം അകാരണമായി ജയിലിലടച്ചു എന്നത് തന്നെ അവരുടെ
ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവം വ്യക്തമാക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ആ ദിവസങ്ങളുണ്ടായത്. പ്രത്യേകിച്ചും സെൻസർഷിപ്പ് വന്നതോടുകൂടി എന്താണ് നടക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന വിവരം തന്നെ പൊതുജനങ്ങൾ അറിയുന്നില്ല. അതുപോലെ നമ്മൾ അയൽക്കാരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത് പുറത്തറിയുന്നില്ല. അതെല്ലാം സപ്രസ് ചെയ്യാൻ ഈ സെൻസർഷിപ്പ് കൊണ്ട് സാധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഇതിനെതിരായിട്ട് ഈ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ സമാധാനപരമായ ഒരു സമരം നടത്തണമെന്ന് ജയപ്രകാശ് നാരായണൻ ജയിലിൽ നിന്ന് അതിലെ സംഘടനയിലെ ആളുകളെ അറിയിച്ചു. ഈ വിവിധ സംഘടനയിൽപ്പെട്ടവരും അദ്ദേഹം തന്നെ രൂപീകരിച്ചിട്ടുള്ള സംഘർഷ സമിതിയിലുള്ള ആളുകളെയും അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊറാർജി ദേശായി ഇന്ന് ജയിലിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ആദ്യം സംഘർഷ സമിതി രൂപീകരിച്ചിരുന്നത്. പിന്നീട് അതിലേക്ക് ജനറൽ സെക്രട്ടറിയായി നാനാജി ദേശ്മുഖ്. അങ്ങനെ ആ സംഘർഷ സമിതി ഇന്ത്യയിലൊട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘർഷ സമിതികൾ സംസ്ഥാന ഘടകങ്ങൾ രൂപീകരിക്കുകയുണ്ടായി. അതിന് കേരളത്തിൽ ഘടകം രൂപീകരിച്ചത്, കേരളത്തിൽ അന്ന് യോഗം നടത്താനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. യോഗം നടത്തുകയാണെങ്കിൽ അവിടെ വന്ന് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് ഇതിനു വേണ്ടി കഴിയുന്നതും ഇതിൽ സഹകരിക്കാൻ തയ്യാറുള്ള രാഷ്ട്രീയ പാർട്ടികളെ ബന്ധപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിരുന്ന എന്നെയാണ്. അതനുസരിച്ച് ഞാൻ കേരളം മുഴുവൻ സഞ്ചരിച്ചു, എല്ലാ പാർട്ടി നേതാക്കളെയും കണ്ടു. അങ്ങനെ ചില പാർട്ടികൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിൽ പിന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനസംഘവും അക്കാര്യത്തിൽ സംശയമില്ല, ആദ്യമേ തന്നെ അതിൽ സഹകരിക്കാൻ തയ്യാറായിരുന്നു. പിന്നീട് സംഘടനാ കോൺഗ്രസ്സിൽ ഒരു വിഭാഗം അതിൽ സഹകരിക്കാൻ തയ്യാറായി, കെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ. അതേസമയം ശങ്കരനാരായണൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം അവർ കോൺഗ്രസ്സിന് അനുകൂലമായ നിലപാടെടുത്തു. സോഷ്യലിസ്റ്റുകൾ ഇതിനോട് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അവർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെട്ട മുന്നണി ആയതുകൊണ്ട് വരാൻ അസൗകര്യമുണ്ട് എന്നറിയിക്കാനുണ്ടായത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതാക്കളായ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, എസ് അച്യുതാനന്ദൻ തുടങ്ങിയ നേതാക്കളെയെല്ലാം നേരിൽ കണ്ട് സംസാരിച്ചപ്പോഴും അവർ അടിയന്തരാവസ്ഥയ്ക്കെതിരാണെങ്കിലും അതിനെതിരായ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ, പ്രത്യേകിച്ചും ജനസംഘവും RSSും ഉള്ള ഒരു സമരസമിതി പങ്കെടുക്കാൻ തയ്യാറല്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ സ്വന്തം നിലയിൽ ചില സമരങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അവർ സ്വന്തം നിലയിലും ഒരു സമരവും നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഒരു ചെറിയ രാഷ്ട്രീയ ഗ്രൂപ്പായിട്ടുള്ള പരിവർത്തനവാദി കോൺഗ്രസ്, അവർ ഇതിന് പരമാവധി പ്രചരണം നൽകാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ചുവരെഴുത്തുകളും മറ്റൊക്കെ അവർ നടത്തിക്കൊള്ളാമെന്ന് ഏറ്റു. പൊതുവിൽ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റുകൾ, BKD, ജനസംഘം, RSS ഈ സംഘടനകളെല്ലാം യോജിച്ചാണ് സമരസമിതി രൂപീകരിച്ചതെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനസംഘവും മാത്രമേ പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കാനുണ്ടായുള്ളൂ. പിന്നെ കുറച്ച് സർവോദയക്കാരും. ആ സർവോദയക്കാരുടെ നേതാവായിട്ടുള്ള ശ്രീ പ്രൊഫസർ MP മന്മഥൻ ഈ സമിതിയുടെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരിക്കാൻ സമ്മതിച്ചു. തമിഴ്നാട്ടിലുള്ള പഴനിയിൽ വെച്ചാണ് ഇത് സംബന്ധിച്ചുള്ള യോഗം കൂടിയത്. അതിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു, അദ്ദേഹം പ്രസിഡൻ്റായി. ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് സമരത്തിന് വേണ്ടി രൂപീകരിച്ചത്. അതിനുശേഷം ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ നടന്ന് അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത പ്രചാരകനായിരുന്ന ഭാസ്കർ റാവുജിയും ഞാനും ഒന്നിച്ചും വെവ്വേറെയും പല സ്ഥലത്തും സഞ്ചരിച്ച് ആളുകളെ കണ്ട്, ഇതിൽ നമ്മുടെ വിവിധ സംഘടനകളുടെ പ്രവർത്തകരെ കണ്ട് ഈ സമരം വിജയിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ആ സമരം തുടങ്ങിയ ദിവസം മുതൽ, അതായത് 1975 നവംബർ 14-നാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. സമരം പരിപൂർണമായും അക്രമരഹിതമായിരിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. യാതൊരു വിധത്തിലുള്ള പ്രതികാര നടപടിയും പാടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മർദ്ദനങ്ങൾ സഹിക്കുകയല്ലാതെ അതിനെ ചെറുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു തീരുമാനം. ഇത് ആദ്യാവസാനം വളരെ സത്യസന്ധമായിട്ട് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ വിവിധ സമരങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ വളരെ അഭൂതപൂർവമായ ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധിക്ക് പോലും താൻ നേതൃത്വം നൽകിയ ബഹുജന സമരം അക്രമരഹിതമായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും അത് അക്രമരഹിതമായി നടത്താൻ സാധിച്ചില്ല. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ചൗര സംഭവവും പിന്നെ 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലുണ്ടായ അക്രമങ്ങളും. അതേസമയം ഈ സമരം ഇന്ത്യ മുഴുവൻ നടന്നുവെങ്കിലും ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും താലൂക്കിൽ 1 വീതം, ആഴ്ചയിൽ 1 വീതം പരിപാടികൾ കൃത്യമായി നടന്നിരുന്നെങ്കിലും ഈ പരിപാടികളിലെല്ലാം പോലീസ് ഭീകരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടുവെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി തന്നെ
തെരുവുകളിൽ വെച്ച് ഭീകരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടുവെങ്കിലും ആ മർദ്ദനങ്ങളെയെല്ലാം സഹനശക്തിയോടുകൂടി നേരിടാൻ നമ്മുടെ സംഘർഷ സമിതി പ്രവർത്തകരായ സ്വയംസേവകർക്കും ജനസംഘ പ്രവർത്തകർക്കും സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ്. ഈ സമരത്തിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ പോയി, പലരെയും മിസൈലകത്താക്കി. ഈ പ്രവർത്തനങ്ങളിൽ ജയിലിൽ കിടന്നവരുടെ അനുഭവം പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം ആദ്യമേ തന്നെ എനിക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം യാതൊരു കാരണവശാലും അറസ്റ്റ് ചെയ്യപ്പെടരുത്, ഈ അറസ്റ്റ് ചെയ്യേണ്ട ആളുകളെ സജ്ജീകരിച്ച് അയച്ചാൽ മാത്രം മതി, അതിൽ ബഹുജനങ്ങളെ പരമാവധി സഹകരിപ്പിക്കാനാണ് നോക്കേണ്ടത് എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന നിർദ്ദേശം. അതനുസരിച്ച് ഞാൻ പുറത്തുനിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ജയിലിലെ അനുഭവങ്ങൾ എനിക്ക് തീരെയില്ല. അതേസമയം ഇത് സംഘടിപ്പിക്കുവാൻ വേണ്ടി ഒളിപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായി 2 തവണ ഞാൻ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ പോലീസ് റെയ്ഡ് ചെയ്യാനും അതിൽ എന്നെ സഹായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ചില ആളുകളെ പിടിച്ച് മിസ തടവുകാരാക്കാനും മറ്റ് ലോക്കപ്പിലിട്ട് മർദ്ദിക്കാനും പോലീസ് തയ്യാറായി. അങ്ങനെ പല ഭീകരമായ ഭീഷണികളുണ്ടായിട്ടും നമ്മൾ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒളിപ്രവർത്തനം വളരെ ക്ലേശകരമായിരുന്നു. പ്രത്യേകിച്ചും പാർട്ടിയിലെ പ്രധാന പ്രവർത്തകരെല്ലാം ജയിലിലായി, സാമ്പത്തികമായി കഴിവില്ല. ഈ സമയത്ത് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് പലപ്പോഴും നിദ്ര ഇല്ലാത്ത ഉറങ്ങാത്ത രാത്രികൾ, ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, ഭക്ഷണ യഥാസമയം കിട്ടാത്ത അവസ്ഥയിലൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നു. എങ്കിലും ഒരു സംതൃപ്തിയുള്ളത് അതിൽ ഒരുപക്ഷെ ജയിലിൽ കിടന്നവരും അല്ലാതെ ലോക്കപ്പിൽപ്പെട്ട് മർദ്ദനമേറ്റവരുമായ ആളുകൾ സഹിച്ച കഷ്ടപ്പാടുകൾ വെച്ച് ആലോചിക്കുന്ന സമയത്ത് എത്രയോ ആശ്വാസകരമാണ് നമ്മുടെ ഒളിപ്രവർത്തകരുടെ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അസ്വാതന്ത്ര്യം അവർക്കും ഉണ്ടായിരുന്നു. എങ്കിലും അവർ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട, അവരും വളരെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പ്രവർത്തനത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാനും സർവോദയ പ്രവർത്തകരും ഏതാനും സോഷ്യലിസ്റ്റുകളും വെല്ലെണ്ണാവുന്ന കോൺഗ്രസ് പ്രവർത്തകരും മാറ്റി നിർത്തിയാൽ ജനസംഘവും RSSും മാത്രമാണ് പ്രധാനമായി ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് എന്ന് പറയാൻ കഴിയും. ഇതിലൊക്കെ മർദ്ദനമേറ്റവരും കള്ളക്കേസ് കുടുക്കിയവരും ഉദ്യോഗങ്ങൾ നഷ്ടപ്പെട്ടവരുമായ ആളുകളിൽ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അവരേതാണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന മട്ടിൽ വളരെ ക്ലേശിച്ച് ജീവിക്കുകയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അവരോട് സംഘടനയ്ക്കും രാഷ്ട്രത്തിനും ഒരു കടപ്പാടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അവരെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണ്. കാരണം ഈ സമരത്തിൽ പങ്കെടുത്തവരാരും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തവരല്ല. അവരുടെ ലക്ഷ്യം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട പൗരാവകാശങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു. ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാൻ സാഹചര്യമുണ്ടാക്കണം, അവരുടെ സ്വാതന്ത്ര്യങ്ങൾ വീണ്ടെടുക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും വെച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിലല്ല ഈ സമരത്തിൽ പങ്കെടുത്തതും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയതും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ കാരണം കൊണ്ട് തന്നെ രാഷ്ട്രത്തിന് അവരോട് കടപ്പാടുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടതും അവരുടെ ഭാവി ജീവിതത്തിന് സുരക്ഷ ഉറപ്പുകൊടുക്കേണ്ടതും രാഷ്ട്രത്തിൻ്റെ കടമയാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നേതൃത്വം വഹിക്കുന്ന ആളുകളെ ബന്ധപ്പെടാൻ ചുമതലപ്പെടുത്തിയിരുന്നതനുസരിച്ച് ഞാൻ ആദ്യമായി ശ്രമിച്ചത് കേരളത്തിലെ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എങ്ങനെ കാണാൻ സാധിക്കും എന്നറിയാൻ മലമ്പുഴ MLA V കൃഷ്ണദാസിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനുള്ള വ്യവസ്ഥ ചെയ്യാം. ജൂലൈ 30-ന് ജൂലൈ 30-ന് 1975 ജൂലൈ 30-ന് അദ്ദേഹത്തെ കാണാൻ വ്യവസ്ഥ ചെയ്യാം. തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ 25-ാം നമ്പർ മുറിയിൽ ചെന്നാൽ കാണാൻ സാധിക്കും എന്ന് കൃഷ്ണദാസ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ദിവസം നിശ്ചിത സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ 25-ാം നമ്പർ മുറിയിലെത്തി. ആ മുറിയിലുണ്ടായിരുന്നത് EMS ആയിരുന്നില്ല, VS അച്യുതാനന്ദനായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസംബ്ലി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, EMSനെ കാണാൻ പറ്റില്ല, കാരണം നിങ്ങളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കാണില്ല എന്നാണ് EMS തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ദിവസം ജയിലിൽ കിടന്നാണ് ആദ്യഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പുറത്തു വന്ന സമയത്ത് ഇങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കണം കാണില്ല എന്ന്. എന്തായാലും
കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ലോകസംഘർഷ സമിതി നടത്താൻ പോകുന്ന സമരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയാണ് നേതൃത്വം കൊടുക്കേണ്ടത്, ഞങ്ങളതിൽ സഹകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇങ്ങനെ പറയാൻ മാനനീയ ഭാസ്കറാവും എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. RSS അടക്കം എല്ലാ സംഘടനകളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യാം, അത് ചെയ്യുന്നതിൽ സഹകരിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സമരത്തിനില്ല, ഞങ്ങൾ തൊഴിലാളികളുടെ ബോണസ് അവകാശം എടുത്ത് കളഞ്ഞതിനെതിരെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൽ കവിഞ്ഞ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞാൻ നിരാശനായിട്ട് തിരിച്ചുപോയി. ആ ഇടയ്ക്ക് ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ശ്രീ രാം ഭാവു ഗോഡ്ബോളെ എറണാകുളത്ത് വന്ന് എന്നെ രഹസ്യമായി കണ്ട് പറഞ്ഞു, EMS എങ്ങനെയെങ്കിലും കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സംഭവിച്ചത് പറഞ്ഞു. അദ്ദേഹം കാണാൻ വിസമ്മതിച്ചു. അത് സാരമില്ല, നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാതെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേറെ പേരിൽ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ നിന്നും രാത്രി പുറപ്പെട്ട് രാവിലെ തിരുവനന്തപുരത്തെത്തി. ശാന്തിനഗറിലെന്ന് EMS താമസിക്കുന്ന 10ാം നമ്പർ വീട്ടിൽ യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ കയറി ചെന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആര്യ അന്തർജനം വീട്ടിൻ്റെ പുറത്തിരിക്കുകയായിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ ഒരു കളവ് പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് ഒരു സഖാവ് കാണാൻ വന്നിട്ടുണ്ട്, അന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു. അവർ അകത്ത് പോയി വിവരം നമ്പൂതിരിപ്പാടിനെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹം മുണ്ടും ബനിയനും മാത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കളവാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. എന്നാലും മര്യാദയ്ക്ക് അദ്ദേഹം എന്നെ സ്വീകരിച്ചു. എന്നോടൊപ്പമുള്ള ആളെ അകത്തേക്ക് വിളിച്ചു. അകത്തിരുന്ന് സംസാരിച്ചു. ഞാൻ പരിചയപ്പെടുത്തിയതാണ്, ജനസംഘത്തിൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്, മറ്റു വിധത്തിൽ പറഞ്ഞാൽ അങ്ങ് വരില്ല എന്നുള്ളതാണ് കൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്, ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് വളരെ സമയം സംസാരിച്ചു. രാഷ്ട്രീയ കാര്യങ്ങൾ ധാരാളം സംബന്ധിച്ചു. അടിയന്തരാവസ്ഥയെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു സമരത്തിൽ ഞങ്ങൾ പാർട്ടി തയ്യാറല്ല, പാർട്ടി അതിൽ പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തൊഴിലാളികളുടെ ബോണസ് അവകാശം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യാൻ തയ്യാറാണ്. ഇത് പറഞ്ഞ് പിന്നെ അങ്ങനെ മറ്റു വിധത്തിൽ സഹകരിക്കാം, പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സഹകരിക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഞാനും ശ്രീ രാംഭാവ് ഗോഡ്ബോളെയും അന്ന് തന്നെ മടങ്ങി. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. അതിനുശേഷം ശ്രീ ദത്തോപന്ത് തേങ്കടി വന്നു. അങ്ങനെ ഞങ്ങളുടെ ചില രാഷ്ട്രീയ നേതാക്കളെ സംഘടനാ കോൺഗ്രസ്സിലും മറ്റുള്ള ചില രാഷ്ട്രീയ നേതാക്കളെ കണ്ടു. സംഘടനാ കോൺഗ്രസ് നേതാക്കൾ അതിൽ അടിയന്തരാവസ്ഥ തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെതിരായ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. കെ ഗോപാലൻ മാത്രമേ തയ്യാറായുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ തയ്യാറാകാത്തത് അവർ കെ ശങ്കരനാരായണനോടൊപ്പം ഇന്ദിരാ കോൺഗ്രസ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. തേങ്കടി അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കേരള കോൺഗ്രസിൻ്റെ നേതാക്കളെയും കണ്ടു. പക്ഷെ അവരാരും തന്നെ സമരത്തിനിറങ്ങാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഞാൻ സ്വന്തം നിലയിൽ ഈ രാജ്യത്ത് എഴുത്തുകാർ, പത്രാധിപന്മാർ, സാഹിത്യകാരന്മാർ അങ്ങനെയുള്ളവരെ കാണാൻ ശ്രമിച്ചു. അതിൽ അക്കാലത്തെ പ്രശസ്ത ചിന്തകനായ ശ്രീ M ഗോവിന്ദൻ, വൈലോപ്പള്ളി ശ്രീധരമേനോൻ തുടങ്ങിയ ആളുകളെല്ലാം അവരിതിന് അടിയന്തരാവസ്ഥയെ എതിർക്കുന്നവരാണ്, പരോക്ഷമായിട്ട് അത് എഴുതാൻ തയ്യാറാണ് എന്നും പറയുകയുണ്ടായി. എന്നാൽ വളരെ ബുദ്ധിജീവികളായിട്ട് അറിയപ്പെടുന്ന വിപ്ലവകാരികളെപ്പോലെ സംസാരിക്കുന്ന സുകുമാരൻ അഴീക്കോട്, CP ശ്രീധരൻ തുടങ്ങിയ ആളുകൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അത് മാത്രമല്ല, അവരിൽ ചിലർ പറഞ്ഞത് അടിയന്തരാവസ്ഥ നല്ലതാണ്, എന്തിനാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും ഉണ്ടായി. അടിയന്തരാവസ്ഥയെ എതിർക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ശ്രീ M ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ആശയം ഒരു 7 വരി കുറുമൊഴി കവിതയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിതാണ്: എഴുത്തോ നിൻ്റെ കഴുത്തോ ഏറെക്കൂർ ഏതിനോട് എന്ന് ചോദിച്ചൊരുവൻ എൻ്റെ മുന്നിൽ വരും മുൻപേ, എൻ്റെ ദൈവമേ നീ ഉണ്മയെങ്കിൽ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തിങ്കിലെങ്ങോട്ട്. അതിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ് പ്രധാനം. അവൻ്റെ ജീവിതത്തെക്കാൾ അവരുടെ ജീവൻ പോയാലും എഴുതാനുള്ള സ്വാതന്ത്ര്യത്തെ വിലയിരുത്താൻ തയ്യാറല്ല.
അതിനേക്കാൾ നരകത്തിൽ പോകുന്നതാണ് നല്ലത് എന്നായിരുന്നു ആ കുറുമൊഴി കവിതയുടെ ആശയം. ഇതേ രീതിയിൽ പരോക്ഷമായിട്ട് ചിലരൊക്കെ എഴുതാൻ തയ്യാറായി. പക്ഷേ ഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് ധാരാളം വിപ്ലവങ്ങളൊക്കെ നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന നക്സലൈറ്റുകൾ ആ സമയത്ത് അവരുടെ പതിവ് ശൈലിയിലൊരു അക്രമം പേരാമ്പ്രയിൽ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ നടത്തുകയുണ്ടായി. അതൊഴികെ ഈ പൗരാവകാശ ധ്വംസനത്തിനെതിരെ ഒരു സമരത്തിന് അവരാരും രംഗത്ത് വന്നില്ല. അവർക്കെതിരെ കേരള സർക്കാർ എല്ലാവിധത്തിലുള്ള മർദ്ദനമുറകളും സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് അവരെ അടിച്ചമർത്താനായിട്ട് DIG തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹമാണ് പ്രസിദ്ധനായ DIG ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇതിന് ശക്തിയായിട്ട് അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് പലരും ധരിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടാണെന്നാണ്. അങ്ങനെയല്ല. അടിയന്തരാവസ്ഥ കാലഘട്ടം അവരടിച്ചമർത്താൻ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരക്രമവും ചെയ്യാത്ത നിരപരാധികളായ ആളുകളെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂടുതലും കേരളത്തിലായിരുന്നു. അതേസമയം വളരെ മര്യാദയായിട്ട് പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അക്കാലത്ത് പാലക്കാട് SP ആയിരുന്ന മൊയ്തു, കൊല്ലത്ത് SP ആയിരുന്ന വിശ്വനാഥപിള്ള, അവരൊന്നും അക്രമത്തിന് പ്രോത്സാഹനം കൊടുത്തില്ല, മർദ്ദനത്തിന് പ്രോത്സാഹനം കൊടുത്തില്ല. കോഴിക്കോട് കസ്ബ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് കാസിം എന്നാണ്. അദ്ദേഹം സാധാരണ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നവരെ ഭീകരമായിട്ട് തെറി പറയും, അഴിയിലിട്ട് അടിച്ച് അവിടെ എന്തോ ഭയങ്കര മർദ്ദനം നടക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കും. പക്ഷേ അതിനുശേഷം അദ്ദേഹം സ്വകാര്യമായിട്ട് പറയും, നിങ്ങളെ വിട്ടയക്കാം, പക്ഷേ പുറത്തിറങ്ങി പറഞ്ഞേക്കണം നിങ്ങളെ ഭീകരമായിട്ട് മർദ്ദിച്ചു. അതൊരു വശത്ത് അങ്ങനെയുള്ള ചില സരസന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ സത്യാഗ്രഹം തുടങ്ങിയ ദിവസം തന്നെ ഏറ്റവും ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ പോലീസ് മൈതാനത്ത് നടത്തിയ അക്രമത്തിൽ അന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെ ആട്ടിച്ച്, എല്ലാ സത്യാഗ്രഹികളെയും ആട്ടിച്ച് തെരുവിലിട്ട് അവരെ എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായപ്പോൾ അവർ പോലീസ് വാനിലേക്ക് എറിയായിരുന്നു. അങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇത്തരത്തിലുള്ള മർദ്ദനം ഒരിക്കൽ പന്നിയങ്കര എന്ന സ്ഥലത്ത്, കോഴിക്കോട് പന്നിയങ്കര നടന്നു. അന്ന് മാതൃഭൂമിയുടെ റെസിഡൻ്റ് എഡിറ്ററായിരുന്ന AP ഉദയഭാനു, അദ്ദേഹം പഴയ KPCC പ്രസിഡൻറ്റും കൂടിയാണ്. അദ്ദേഹം നേരിട്ട് കണ്ടു. അദ്ദേഹം മാതൃഭൂമി പോകാനായിട്ട് പന്നിയങ്കര ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെ സത്യാഗ്രഹം നടക്കുകയാണ്. ഒരു കുറ്റവും ചെയ്യാതെ ഒരു ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധി കി ജയ്, അടിയന്തരാവസ്ഥ പിൻവലിക്കുക, അറസ്റ്റ് നിരോധനം പിൻവലിക്കുക, ഇങ്ങനെ 2-3-4 മുദ്രാവാക്യം വിളിച്ചതേ ഉള്ളൂ. അവരെ കൊണ്ട് ഭീകരമായിട്ട് അടിയുണ്ടായി, അടിച്ച് അവശരാക്കി. അവരെ ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ചഴച്ച് വാനിലിട്ട് കൊണ്ടുപോയി. ഇത് AP ഉദയഭാനു മാതൃഭൂമി ഓഫീസിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഫാസിസം ഞാനിന്ന് കണ്ടു, ഇവിടെ ഫാസിസ്റ്റുകളെ എങ്ങനെയാണ് ഡെമോക്രാറ്റ്സ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാനിന്ന് കണ്ടു. അന്നത്തെ തമാശയായിട്ട് പറയണ്ടായി. കാരണം ഈ ഫാസിസ്റ്റുകളാണല്ലോ ഈ തരത്തിൽ മർദ്ദനം നടത്തുക. ഇവിടെ മറിച്ചാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രചരണം RSS ഫാസിസ്റ്റുകളെന്നാണ്. പക്ഷേ RSSകാർ ഒരു കുറ്റവും ചെയ്യാതെ അവരുടെ സാധാരണ പൗരാവകാശം ഉപയോഗിച്ച് റോഡിൽ സത്യാഗ്രഹം നടത്തിയപ്പോൾ അവരെ ഭീകരമായി മർദ്ദിച്ച് വലിച്ചഴച്ച് പോലീസ് വാനിലേക്ക് എറിയുകയായിരുന്നു. ഇത് നേരിൽ കണ്ട ഒരു ഗാന്ധിയനായ കോൺഗ്രസ് നേതാവായ ഒരാൾ തന്നെ സത്യം തുറന്നു പറഞ്ഞു, ഇതാണ് ഫാസിസം എന്ന് പറയുന്നത്.